ഹലോ നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഉള്ളത് പൂനൂര് ചക്കിട്ടകണ്ടി പ്രഭാകരൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ്. കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായൊരു ദുരനുഭവം നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് നിങ്ങൾക്കുണ്ടായ ദുരനുഭവം നിങ്ങളൊന്ന് പറയാമോ? ഞാൻ വടകര ജോലി ചെയ്യുന്നതാണ്, ഒരു ബാർ ഷോപ്പിൽ. അപ്പോൾ ഞാൻ കടിയും പൊട്ടി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നായ ഉറുകച്ചാടി. അപ്പോൾ ഇട്ടിച്ച് റോഡിലെ കുഴിയിൽ വീണ്ട് കാലിന് പരിക്ക് പറ്റി. അപ്പോൾ അങ്ങനെ ഞാൻ പേരാമ്പ്ര കാണിച്ച് അവിടുന്ന് വീട് പൂനൂരാണ്. വീട്ടിൽ വന്ന് അപ്പം പിറ്റേന്ന് കെട്ടണ്ടായിട്ട് അവിടെ പോയിരുന്നു. താമരശ്ശേരി പോയി കാണിച്ച് അവിടുന്ന് എനിക്ക് ഗുളികയും 2 ദിവസത്തേക്ക് ഗുളികയും തന്ന് കാലിന് ഡ്രസ്സിങ് ചെയ്ത് വീട്ടിൽ വന്ന് കുളിക്കാൻ നോക്കുമ്പോൾ ഗുളികേൻ്റെ ഉള്ളിൽ കറുത്ത പൊടി പോലെ. അപ്പോൾ അങ്ങനെ അന്ന് പോകാനായില്ല. അന്ന് ഞാനും മോനും കൂടി പോയി അവിടെ ഡോക്ടർക്ക് പറഞ്ഞ സംഭവം ഇങ്ങനെ. അപ്പോൾ അവർ എന്നോട് വെച്ച് വേറെ ഗുളിക മാറ്റി എഴുതി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതവരവിടെ വാങ്ങി വെച്ച് എനിക്ക് വേറെ ഗുളിക എഴുതി തന്നെ. അപ്പോൾ മോന് കാലിൽ ഒരു അലർജി പോലെ ഉണ്ട്. അപ്പോൾ അതിനും കാണിച്ച് അവനും ഗുളിക കൊടുത്തു. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് രാത്രി നോക്കുമ്പോൾ അവൻ ഗുളിക കുടിക്കാൻ നോക്കുമ്പോൾ പൊട്ടിച്ച് നോക്കുമ്പോൾ ഒരു ഗുളിക ഇങ്ങനെ പൊതിർന്ന് ഇങ്ങനെ പൊന്തി നിൽക്കുവാണ്. അപ്പോൾ തണുപ്പല്ലേ, ചിലപ്പോൾ ഒന്നും കൂടി പൊട്ടിച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ. ഞാൻ വേറെ ഒരു ഗുളിക പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൽ കുഴപ്പമില്ല, നല്ല ഗുളികയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു കുടിക്കണ്ട, നമ്മൾ ആശുപത്രി കാണിച്ചിട്ട് കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഉള്ളതെന്ന് ജനുവരി 2025. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ജൂലൈ 11 മോനെ കാണിച്ച അന്ന് കിട്ടിയ ഗുളിക 6 മാസം കൊണ്ട് സ്ഥിതിയാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ വിശ്വസിച്ച് ഗുളിക കുടിക്കും? നമ്മൾ നോക്കാണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള പിന്നെ വേറെ എന്തെങ്കിലും പല അതിൻ്റെ റിയാക്ഷൻ എല്ലാം ഉണ്ടാകും. ഇത് നമ്മൾ ആരോട് പറയണം, ആരെയാണ് അറിയിക്കേണ്ടത്? താമരശ്ശേരി താലൂക്ക് ആശുപത്രിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ OPയിൽ കാണിക്കാൻ പോയാൽ അവിടെ ഇരിക്കാനുള്ള ഒരു സാഹചര്യമില്ല. അവിടെ ചോർന്നൊലിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നത്. ഇപ്പോൾ 2 വർഷത്തോളമായി അവിടെ ചോർന്നൊലിക്കുന്നു. അതുപോലെ തന്നെ ഈ ദുരവസ്ഥക്കെതിരെ ഇതുപോലെയുള്ള ഗുളികൾ മാറിക്കൊടുക്കുന്നതും ഇതുപോലത്തെ ദുരവസ്ഥക്കെതിരെ ജനങ്ങളെന്നെ പ്രതികരിക്കേണ്ട അവസരം ഒരുപാടുണ്ടായി. ഇനി ജനങ്ങൾ പ്രതികരിച്ചേ പറ്റൂ. ഈ ഒരു അവസ്ഥ മറ്റൊരാൾക്കും ഉണ്ടാവരുത്. 2025 ഈ ഗുളികയുടെ മാനുഫാക്ചറിംഗ് ഡേറ്റ് കാണിക്കുന്നത്. 2026 ഡിസംബർ വരെ ഈ ഗുളികക്ക് ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇനി 1.5 വർഷം ബാക്കിയുള്ളപ്പോൾ തന്നെ ഈ ഗുളികയുടെ അവസ്ഥ എങ്ങനെയാണ്? നിലവിൽ ഒരുപാട് പരാതികളും പ്രശ്നങ്ങളുമാണ് താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിനെ പറ്റി ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ കൂടെ ആണിപ്പോൾ പ്രഭാകരേട്ടനുണ്ടായ ഈ ഒരു ദുരനുഭവം കൂടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.